നമസ്കാരം. പ്രേമം, ബാംഗ്ലൂർ ഡേയ്സ് ഒക്കെ നമ്മൾ ആഘോഷിച്ചതാണ്. ആ ഒരു റൊമാൻറ്റിക് ഹീറോയിൽ നിന്ന് ഫാർമ, ബെൻസ് പോലുള്ള പ്രോജക്റ്റുകളിലെ ഗൗരവമേറിയ റോളുകളിലേക്കുള്ള നിവിൻ പോളിയുടെ ഒരു മാറ്റമുണ്ടല്ലോ, അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. അതെ, ഇത് ഒരു പരാജയത്തിന്റെയോ അല്ലെങ്കിൽ ഒരു വിജയത്തിന്റെയോ മാത്രം കഥയായി കാണാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നത് ഇതൊരു നടൻ ബോധപൂർവം നടത്തുന്നൊരു പരിണാമമാണ്. ശരിയാണ്. കാരണം അദ്ദേഹം തന്നെ ഉണ്ടാക്കിയെടുത്തൊരു ഇമേജ് ഉണ്ടല്ലോ, ആ ചോക്ലേറ്റ് ബോയ് ഇമേജ്. അതുതന്നെ. ആ ഇമേജ് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ വെല്ലുവിളിയും. പ്രേമത്തിലെ ജോർജ്, വടക്കൻ സെൽഫിയിലെ ഉമേഷ്, ഈ കഥാപാത്രങ്ങളൊക്കെ തീർത്തൊരു തരംഗമുണ്ടായിരുന്നു. പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അത് അദ്ദേഹത്തിന് തന്നെ ഒരു ബാധ്യതയായി മാറിയില്ലേ? തീർച്ചയായും, ഒരേ തരം കഥാപാത്രങ്ങൾ, ഒരേ എനർജി. പ്രേക്ഷകർക്കും പതിയെ ഒരു മടുപ്പ് തോന്നിത്തുടങ്ങി. ആ മടുപ്പാണ് നമ്മൾ ബോക്സ് ഓഫീസിലും കണ്ടത്. അതെ. രാമചന്ദ്ര ബോസ് ആൻഡ് കോ അല്ലെങ്കിൽ മലയാളി ഫ്രം ഇന്ത്യ പോലുള്ള സിനിമകൾക്ക് സംഭവിച്ചത് അതാണ്. ആ പഴയ ഫോർമുല ഇനി അത്ര വർക്കാവില്ലെന്ന് വ്യക്തമായി. വളരെ വ്യക്തമായി. രാമചന്ദ്ര ബോസ് ആൻഡ് കോയുടെ കാര്യമൊന്ന് ആലോചിച്ചു നോക്കൂ. ഏകദേശം 22 കോടി രൂപ മുടക്കിയൊരു സിനിമയാണ്. ഉം, തിയേറ്ററിൽ നിന്ന് കിട്ടിയത് വെറും 4.5 കോടി. എന്താ പറയാ, അതൊരു ക്ലിയർ സിഗ്നലാണ്. അതെ, ആ ഒരു തിരിച്ചറിവിൽ നിന്നായിരിക്കണം ഈ ഒരു മാറ്റം വരുന്നത്. പക്ഷേ ഇത് എത്രത്തോളം ബോധപൂർവമായിരുന്നു? കാരണം ഹേജൂഡൊക്കെ വന്നപ്പോൾ ചെറിയ സൂചനകൾ കിട്ടിയിരുന്നു. പക്ഷേ മൂത്തോനിലെ അക്ബർ എന്ന കഥാപാത്രം ഒരു ഷോക്കായിരുന്നു. അതൊരു ഞെട്ടലായിരുന്നു. പ്രേമത്തിലെ ആ കോളേജ് പയ്യനിൽ നിന്ന് നേരെ മുംബൈയിലെ അധോലോകത്തിൽ ജീവിക്കുന്ന വളരെ സങ്കീർണമായ ഒരു ഭൂതകാലമുള്ള ഒരാളിലേക്ക് ആ ദൂരം വളരെ വലുതായിരുന്നു. അതൊരു ഭയങ്കര റിസ്ക്കായിരുന്നു. ഗീതു മോഹൻദാസിന്റെ മൂത്തോൻ ഒരു ടിപ്പിക്കൽ കൊമേഴ്ഷ്യൽ സിനിമയല്ല. അല്ല. അതിലൊരു ഗേ പ്രണയകഥയുടെ ഭാഗമാകാൻ അദ്ദേഹം കാണിച്ച ധൈര്യം. പക്ഷെ ആ റിസ്കിന് ഒരു ഫലം കിട്ടി. ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലില് മികച്ച നടനുള്ള അവാർഡ്. അതെ, അതൊരു അന്താരാഷ്ട്ര അംഗീകാരമായിരുന്നു. ഒരു നടനെന്ന നിലയിൽ വളരാൻ അങ്ങനത്തെ തീരുമാനങ്ങൾ അത്യാവശ്യമാണ്. അതുവരെ ഉണ്ടാക്കിയ ഓഡിയൻസിനെ ഒരുപക്ഷെ പൂർണ്ണമായി മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു തീരുമാനമായിരുന്നു അത്. അപ്പോ ആ വളർച്ചയുടെ അടുത്ത ഘട്ടമാണോ നമ്മൾ ഈ OTT പ്ലാറ്റ്ഫോമുകളിലെ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തെ കാണേണ്ടത്? അതൊരു രസകരമായ ചോദ്യമാണ്. അതായത് ബോക്സ് ഓഫീസ് പ്രഷറിൽ നിന്നൊക്കെ മാറി അഭിനയത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാനുള്ള ഒരു സ്പേസ് ആയിട്ടാണോ അദ്ദേഹം OTTയെ കാണുന്നത്? ഒരു പരീക്ഷണശാല എന്ന് മാത്രം വിളിക്കാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നത് അതൊരു തന്ത്രപരമായ നീക്കമാണെന്നാണ്. തന്ത്രപരമായ നീക്കം. അതെ, തിയേറ്ററുകളിൽ നേരിട്ട ഒരു തിരിച്ചടിക്ക് ശേഷം തന്റെ അഭിനയശേഷി എന്താണെന്ന് പൂർണ്ണമായി തെളിയിക്കാൻ പ്രേക്ഷകരുടെ ഇടയിൽ ഒരു വിശ്വാസ്യത വീണ്ടെടുക്കാനുള്ള ഒരു വേദി. ആ വാക്ക് വളരെ പ്രധാനമാണ്. വിശ്വാസ്യത. തിയേറ്ററിലെ സ്റ്റാർഡത്തിൽ നിന്ന് OTTയിലെ ഒരു ക്രെഡിബിലിറ്റിയിലേക്കുള്ള മാറ്റം. അത് തന്നെ. കാരണം ഫാർമ പോലുള്ള ഒരു സീരീസ് വരുമ്പോൾ അത് 2 മണിക്കൂറിൽ ഒതുങ്ങുന്നില്ല. മെഡിക്കൽ എത്തിക്സ്, കോർപ്പറേറ്റ് ഗൂഢാലോചനകൾ, അങ്ങനെയുള്ള വിഷയങ്ങൾ ആഴത്തിൽ പറയാൻ അവിടെ സമയം കിട്ടുന്നുണ്ട്. ശരിയാണ്. തിയേറ്ററിൽ റിലീസ് ചെയ്ത മലയാളി ഫ്രം ഇന്ത്യയ്ക്ക് അതിന്റെ ഉള്ളടക്കത്തിന്റെ പേരിൽ ഒരുപാട് വിമർശനങ്ങൾ വന്നു. എന്നാൽ ഫാർമയിലൂടെ അതേ നടന് അതിലും ആഴമുള്ള ഒരു വിഷയം വളരെ വിപുലമായി പറയാൻ സാധിക്കുന്നു. പക്ഷേ ആ വാദത്തിലൊരു പ്രശ്നമില്ലേ? ഫഹദ് ഫാസിലിനെ പോലുള്ള നടന്മാർ തിയേറ്ററിലും OTTയിലും ഒരുപോലെ വിജയിക്കുന്നുണ്ടല്ലോ. അപ്പോ നിവിൻ പോളി തിയേറ്ററിലെ പരാജയങ്ങൾക്ക് ശേഷമാണ് OTTയെ ഒരു സേഫ് സോണായി തിരഞ്ഞെടുക്കുന്നത് എന്ന് വാദിച്ചാൽ ഇതൊരു തന്ത്രപരമായ പിൻവാങ്ങലാണോ? അതോ അതിജീവനത്തിനുള്ള പുതിയ വഴിയാണോ? അതെ. കാരണം ഈ പറയുന്ന വിശ്വാസ്യത ഒരുപക്ഷെ ഒരു ചെറിയ വിഭാഗം പ്രേക്ഷകരെ മാത്രമായിരിക്കില്ലേ തൃപ്തിപ്പെടുത്തുന്നത്. ഒരു താരമെന്ന നിലയിൽ നിലനിൽക്കാൻ തിയേറ്ററിലെ ആ വലിയ ഓഡിയൻസിനെ പൂർണ്ണമായും ഒഴിവാക്കാൻ പറ്റുമോ? ആ ചോദ്യം പ്രസക്തമാണ്. ഒരുപക്ഷെ ആ ഒരു ബാലൻസിന് വേണ്ടിയായിരിക്കാം അദ്ദേഹം അഭിനയശൈലിയിൽ തന്നെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. ശരിയാണ്. ആ പഴയൊരു ഹൈ എനർജി പെർഫോമൻസിൽ നിന്ന് മാറി കൂടുതൽ സൂക്ഷ്മവും നിയന്ത്രിതവുമായ അഭിനയത്തിലേക്ക് മാറുന്നത് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. തീർച്ചയായും. പ്രേമത്തിലെയോ ഒരു വടക്കൻ സെൽഫിയിലെയോ ആ ഒരു കോമിക് ടൈമിംഗ് അദ്ദേഹത്തിന്റെ ഒരു ആയിരുന്നു. പക്ഷെ ഒരേ കാര്യം ആവർത്തിക്കുന്നത് ഒരു നടന്റെ വളർച്ചയെ മുരടിപ്പിക്കും. അതെ. മൂത്തോൻ, പടവെട്ട്, തുറമുഖം, ഈ സിനിമകളിലൊക്കെ നമ്മൾ കാണുന്നത് തികച്ചും വ്യത്യസ്തനായ ഒരു നടനെയാണ്. ആ മാറ്റം വളരെ വ്യക്തമാണ്. ഞാൻ ഈയടുത്ത് ബാംഗ്ലൂർ ഡേയ്സ് വീണ്ടും കണ്ടിരുന്നു. അതിലെ കുട്ടൻ എന്ന കഥാപാത്രം. ആ നിഷ്കളങ്കമായ ചിരിയും ചെറിയ ചെറിയ എക്സ്പ്രഷനുകളുമാണ് ആ കഥാപാത്രത്തെ അത്ര പ്രിയപ്പെട്ടതാക്കിയത്. എന്നാൽ തുറമുഖത്തിലെ മൊയ്തുവിലേക്ക് വരുമ്പോൾ സംഭാഷണങ്ങൾ വളരെ കുറവാണ്. ഭാവങ്ങൾ വളരെ നിയന്ത്രിതമാണ്. ശരിക്കും ഓവർ ആക്ടിങ്ങിനേക്കാൾ എത്രയോ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഈ അണ്ടർ ആക്ടിംഗ് എന്ന് പറയുന്നത്.
ശരിയാണ്. ആ ഒരു നിയന്ത്രിത അഭിനയം കഥാപാത്രത്തിന് നല്ല ആഴം കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇവിടെയാണ് അടുത്ത ചോദ്യം വരുന്നത്. ഈയൊരു മാറ്റം സിനിമയുടെ വേഗതയെ എങ്ങനെ ബാധിക്കുന്നു? സാധാരണ പ്രേക്ഷകർക്ക് ഇത് ദഹിക്കുന്നുണ്ടോ? തുറമുഖം ഒരു ഉദാഹരണമാണ്. അതെ, തുറമുഖം വിരൂപക പ്രശംസ നേടി. പക്ഷെ ബോക്സ് ഓഫീസിൽ അതൊരു ദുരന്തമായിരുന്നു. ഒരുപക്ഷേ ഈ സൂക്ഷ്മമായ അഭിനയശൈലി ആസ്വദിക്കാൻ നമ്മുടെ വലിയൊരു വിഭാഗം പ്രേക്ഷകർ ഇനിയും തയ്യാറായിട്ടില്ല എന്നാണോ എന്റെ അർത്ഥം? ആ ചോദ്യം വളരെ പ്രസക്തമാണ്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം അദ്ദേഹം ഇപ്പോൾ വീണ്ടും റൂട്ടുകൾ മാറ്റുന്നത്. അതെ, തമിഴിലേക്ക് നോക്കൂ. റാം സംവിധാനം ചെയ്യുന്ന 7 കടൽ 7 മല അതൊരു റൊമാൻറ്റിക് ഡ്രാമയാണ്. അതേസമയം ലോകേഷ് കനകരാജന്റെ സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ഭാഗമാകുന്ന ബെൻസ് എന്ന സിനിമയിൽ അദ്ദേഹം വില്ലനാണ്. അതൊരു വലിയ കളിയാണ്. LCUവിലൊരു വില്ലൻ വേഷം. ലോകേഷ് കനകരാജന്റെ വിക്രം, കൈദിയൊക്കെ വരുന്ന ആ ഒരു യൂണിവേഴ്സിൽ. ആ കഥാപാത്രത്തെക്കുറിച്ച് നിവിൻ തന്നെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് അതൊരു രക്തക്കളിയാകും എന്നാണ്. അദ്ദേഹം തന്നെ സമ്മതിക്കുന്നുണ്ട്, തമിഴ് സിനിമയുടെ ശൈലിക്കനുസരിച്ച് അഭിനയത്തിലും സംഭാഷണത്തിലും മാറ്റങ്ങൾ വരുത്തിയെന്ന്. അപ്പോ താൻ മാറാൻ തയ്യാറാണ്, പ്രേക്ഷകരുടെ പൾസ് തനിക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് പറയാനുള്ള ഒരു ശ്രമം കൂടിയായി ഇതിനെ കാണാം. ഈ പ്രൊഫഷണൽ മാറ്റങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന്റെ വ്യക്തിജീവിതത്തിലും ഒരുപാട് വെല്ലുവിളികളുണ്ടായിരുന്നു. ശരിയാണ്. അതിനെ അതിജീവിച്ചാണ് അദ്ദേഹം ഈയൊരു പുതിയ ഭാവി കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്നത്. തീർച്ചയായും. ഒരു പബ്ലിക് ഫിഗർ ആവുമ്പോൾ, പ്രത്യേകിച്ചും ഒരു സിനിമാ താരമാവുമ്പോൾ, വ്യക്തിജീവിതത്തിലെ പ്രശ്നങ്ങൾ കരിയറിനെ നേരിട്ട് ബാധിക്കും. ആ ഒരു സമ്മർദ്ദം വലുതായിരിക്കും. 2024 ഉയർന്നുവന്ന ആ ലൈംഗികാരോപണം, പിന്നെ മഹാവീര്യർ സിനിമയുടെ നിർമ്മാതാവുമായുള്ള സാമ്പത്തിക തർക്കം, ഇതെല്ലാം വലിയ പ്രഷർ ഉണ്ടാക്കിയിട്ടുണ്ടാകും. അത്തരം വിഷയങ്ങളില് നമ്മൾ ഊഹാപോഹങ്ങൾക്ക് പോകുന്നതിനേക്കാൾ ഒരു കലാകാരന്റെ ജീവിതത്തിലെ പ്രതിസന്ധികൾ അയാളുടെ തിരഞ്ഞെടുപ്പുകളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് ചിന്തിക്കുന്നതാണ് പ്രസക്തം. ശരിയാണ്. ലൈംഗികാരോപണ കേസിൽ അദ്ദേഹം പിന്നീട് കുറ്റവിമുക്തനാക്കപ്പെട്ടു. മറ്റു കേസുകളെ നിയമപരമായി നേരിടുന്നു. ഇത്തരം ഓഫ് സ്ക്രീൻ വിവാദങ്ങൾക്കിടയിലും ഒരാൾക്ക് തന്റെ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല. ഒരുപക്ഷേ ആ സമ്മർദ്ദം തന്നെയാകാം അദ്ദേഹത്തെ കൂടുതൽ തീവ്രമായ റോളുകളിലേക്ക് ആകർഷിക്കുന്നത്. അതൊരു സാധ്യതയാണ്. തന്നെ ഇമേജിനെക്കുറിച്ചുള്ള പൊതുബോധത്തെ ബോധപൂർവം പൊളിച്ചെഴുതാനുള്ളൊരു ശ്രമം. ബെൻസിലെ വില്ലൻ വേഷം പോലുള്ള തെരഞ്ഞെടുപ്പുകൾക്ക് പിന്നിൽ അങ്ങനെയൊരു ചിന്ത കൂടി ഉണ്ടാകാം. പ്രതിസന്ധികളെ മറികടക്കാനുള്ള ഏറ്റവും നല്ല മാർഗം കലയിൽ തന്നെ പൂർണ്ണമായി മുഴുകുക എന്നതായിരിക്കാം. ഒരുപക്ഷേ ആ ഒരു ഡൈവേഴ്സിറ്റി അദ്ദേഹത്തിന്റെ വരാനിരിക്കുന്ന സിനിമകളുടെ ലിസ്റ്റിൽ വളരെ വ്യക്തമാണ്. അതെ, ഒരു വശത്ത് സർവം മായ എന്ന ഹൊറർ കോമഡി, മറുവശത്ത് ആക്ഷൻ ഹീറോ ബിജു 2, ഒരു പക്ക മാസ് എന്റർടൈനർ. അതോടൊപ്പം തമിഴിൽ 7 കടൽ 7 മലൈ എന്ന റൊമാൻറ്റിക് ഡ്രാമ, പിന്നെ ഫാർമ എന്ന OTT ത്രില്ലറും. സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്ന ആ ഒന്നെനിക്ക് ഒന്ന് നിങ്ങൾക്ക് എന്നൊരു ഫോർമുലയില്ലേ? അതെ, 1 ഫോർ മീ 1 ഫോർ യു. അത് പ്രായോഗികമാക്കാൻ ശ്രമിക്കുന്നതുപോലെ തോന്നുന്നുണ്ട്. തുറമുഖം പോലുള്ള സിനിമകൾ ഒരു നടനെന്ന നിലയിൽ അദ്ദേഹത്തിന് സംതൃപ്തി നൽകുന്നു. ആക്ഷൻ ഹീറോ ബിജു 2 പോലുള്ളവ പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്തുന്നു. ഈയൊരു ബാലൻസിലൂടെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമം അതൊരു ബുദ്ധിപരമായ നീക്കമാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ റൊമാൻറ്റിക് ഹീറോ എന്ന ലേബലിൽ നിന്ന് മാറി സങ്കീർണമായ കഥാപാത്രങ്ങളുടെ ഒരു നടനെന്ന നിലയിൽ നിവിൻ പോളി നടത്തുന്ന ഒരു ബോധപൂർവമായ പരിണാമമാണ് നമ്മളിവിടെ കണ്ടത്. തിയേറ്ററിലെ പരാജയങ്ങളെ OTT എന്ന പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് മറികടക്കാനുള്ള ശ്രമം. ഊർജ്ജസ്വലമായ അഭിനയത്തിൽ നിന്ന് സൂക്ഷ്മമായ പ്രകടനങ്ങളിലേക്കുള്ള മാറ്റം. വ്യക്തിപരമായ വെല്ലുവിളികളെ അതിജീവിച്ച് വ്യത്യസ്തമായ സിനിമകൾ തിരഞ്ഞെടുക്കാനുള്ള ധൈര്യം. ഇതെല്ലാം ഈ യാത്രയുടെ ഭാഗമാണ്. ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ കേൾക്കുന്നവർക്കായി ചില ചോദ്യങ്ങൾ ബാക്കിയുണ്ട്. നിങ്ങൾക്ക് നിവിൻ പോളിയുടെ പഴയ റൊമാൻറ്റിക് ഹീറോ പരിവേഷമാണോ അതോ ഈ പുതിയ ഘട്ടത്തിലെ ഗൗരവമേറിയ പരീക്ഷണങ്ങളാണോ കൂടുതലിഷ്ടം? ഒരു താരം എപ്പോഴും പുതിയ വഴികൾ തേടണോ അതോ അവർക്ക് വിജയം നൽകിയ ഫോർമുലയിൽ തന്നെ ഉറച്ചു നിൽക്കണോ? പിന്നെ മലയാള സിനിമയുടെ ഭാവിയെ രൂപപ്പെടുത്തുന്നത് OTT പ്ലാറ്റ്ഫോമുകളിലെ അർത്ഥവത്തായ കഥകളായിരിക്കുമോ അതോ തിയേറ്ററുകളെ ഇളക്കിമറിക്കുന്ന മാസ് എന്റർടൈനറുകളായിരിക്കുമോ? ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കാൻ ഞങ്ങൾക്ക് താൽപ്പര്യമുണ്ട്. നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ തീർച്ചയായും ഞങ്ങളെ അറിയിക്കുക. ഇനിയും മെച്ചപ്പെടുത്താനായി നിങ്ങളുടെ വിശകലനങ്ങൾ ഞങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ്.